ശ്രീ മുഹമ്മദ് ഷാ, ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്നത് വിദേശത്തുള്ളവരുടെ പേരിൽ വോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ കേന്ദ്ര സഹായം ബി.ജെ.പിക്ക് ഗുണകരമായി വരുന്നു എന്നതാണല്ലോ. അപ്പോൾ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ റിപ്പോർട്ടും ആ വഴിക്ക് വരുന്നു എന്ന്. ഇപ്പോൾ 259 പേരുടെ പട്ടിക കെ സുരേന്ദ്രൻ കോടതിയിൽ നൽകിയപ്പോൾ അതിൽ 197 പേരാണല്ലോ ഈ വിദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ പേരിൽ നാട്ടിൽ കള്ളവോട്ട് ചെയ്തത്. ഇത് തെളിയിക്കുക ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹായത്തോടെ എളുപ്പമാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എളുപ്പമാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 26 പേരുടെ പരിശോധിച്ചപ്പോൾ തന്നെ 20 പേരുടെ കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളവരുടെ പരിശോധന നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ തലക്കെട്ട് കൊടുക്കേണ്ട എങ്ങനെയെന്നറിയോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇലക്ഷൻ പെറ്റീഷൻ ജയിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന് യാതൊരു വിലയുമില്ല. അതാ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഇലക്ഷൻ പെറ്റീഷൻ ജയിക്കുമെങ്കിൽ 197 പേരുടെയും അന്വേഷിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നാളെ വിധി പറഞ്ഞാൽ പോരെ? ഇതിനൊന്നും അങ്ങനെയല്ല. എവിഡൻസിന്റെ പ്രൊസീജിയർ വേറെയാണ്. ഞാൻ പറയട്ടെ, ഇവരിപ്പോൾ ഞാൻ ഇത്രയും കേട്ടിട്ട് ഞാൻ പറയുകയാണ്, ഇവർ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇലക്ഷൻ പെറ്റീഷൻ ഞങ്ങൾ നന്നായിട്ട് നടത്തി, എന്നാൽ UDF-ഉം LDF-ഉം കൂടെ ഒന്നിച്ച് നിന്ന് സ്വാധീനിച്ചത് കൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ പെറ്റീഷനിൽ തോറ്റുപോയി. അമിത്ഷായ്ക്ക് മറുപടി കൊടുക്കണം. അതിനുള്ള ഒരു ഡിഫൻസ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ആ ഡിഫൻസിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത്. ഇന്നലെ വന്നിട്ട് പോയി എല്ലാവരെയും ദേഷ്യപ്പെടുത്തി പേടിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഇലക്ഷൻ പെറ്റീഷൻ എങ്ങാനും തോറ്റുപോയാൽ അതിന് മറുപടി പറയുന്നതിന് വേണ്ടി ഒരു ഡിഫൻസ് അത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതൊന്നും കൊണ്ടും ഇലക്ഷൻ പെറ്റീഷൻ ജയിക്കില്ല. അത് മറ്റെല്ലാ സാക്ഷികളെയും വിസ്തരിച്ച് അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഇരിക്കാം. അവിടെ വെച്ച് സുരേന്ദ്രൻ ജയിക്കുന്നെങ്കിൽ നമുക്ക് നോക്കാം, സത്യമായിട്ട് അന്നേരം നോക്കാം. ഇവിടെ അതിനൊന്നും ഒരു സാധ്യത ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സാക്ഷികളെ ആരെങ്കിലും സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം കമൻറ്റുകൾ നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും ഒക്കെ നിർത്തലാക്കി സത്യം ജയിക്കട്ടെ എന്ന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് വേണ്ടത്. ശ്രീകാന്തും രാധാകൃഷ്ണ മേനോൻ മറുപടി. ഇവിടെ കള്ളവോട്ടുകൾ അല്ലെങ്കിൽ ഈ തരത്തിൽ നടന്നിട്ടുള്ള വോട്ടുകൾ അസാധുവാക്കി, ഇപ്പോൾ കോവളം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിധിയിൽ തന്നെ ഇതേപോലെ മുൻപ് വോട്ടുകൾ കോടതി അസാധുവാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം, ഇവിടെ വരാൻ പോകുന്ന സാക്ഷികൾ അവർ ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് അവിടെ പറഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ അഭിഭാഷകരുണ്ട്. അപ്പോൾ ക്രോസ് എക്സാമിനേഷന് തിരിച്ചും അവസരം ഉണ്ടാവും. അല്ലേ, കോടതിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് പോകാതെ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ് എങ്കിൽ പോലും അദ്ദേഹം ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത്ഷായ്ക്ക് ബി.ജെ.പി കൊടുക്കേണ്ട മറുപടിയാണ്. ഞങ്ങൾ പരമാവധി ചെയ്തു കോടതിയിൽ, പക്ഷേ UDF-ന്റെയും LDF-ന്റെയും സംയുക്ത നീക്കം കൊണ്ട് എല്ലാം പരാജയപ്പെട്ടു. ഇക്കാര്യം അമിത്ഷായെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അഭ്യാസം കാണിക്കലാണ് ബി.ജെ.പിയുടേതെന്ന്. കേരളത്തിൽ ഇപ്രാവശ്യം വന്ന ചർച്ചകളെ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ LDF-നും UDF-നും ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട്. വരാൻ പോകുന്ന മാറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു അസന്നിഗ്ധാവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ അമിത്ഷായെ ബി.ജെ.പി ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു എന്നൊക്കെ പറയുന്നതിൽ ബാലിശമായ ഒരു കാര്യം എന്നതിനപ്പുറത്തൊന്നുമില്ല. ഏതായാലും അമിത്ഷായുടെ നേതൃത്വത്തിൽ, കാരണം ഞാൻ മനസ്സിലാക്കിയത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രീമാൻ അമിത്ഷാ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ആ മാറ്റം കേരളത്തിൽ തീർച്ചയായിട്ടും ഇരു മുന്നണിക്കും ബദലായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ മുന്നണി തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഉത്കണ്ഠയോ സംശയമോ ഇല്ല. ആ നിലയിലുള്ള മാറ്റം ഇന്ത്യയുടെ പല ഭാഗത്തും ഇതിനു മുൻപ് ശരി. ആ വിഷയത്തിലേക്ക് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സമയമില്ല, അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ കെ ശ്രീകാന്ത്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ സുരേന്ദ്രന്റെ വിജയം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
BJP. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിരുന്നു കൊണ്ട് താങ്കൾക്ക് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വീണ്ടും ഒരു LDF UDF ബാന്ധവം സംശയിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം കോടതി വഴി ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇവിടെ പറഞ്ഞിരുന്നു, ഇത് സാധാരണ ഏത് തെരഞ്ഞെടുപ്പ് ഹർജിയിലും പറയുന്നതാണ്, 2ാം സ്ഥാനത്തെത്തുന്നയാളെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന്. അതിനകത്ത് റീ ഇലക്ഷന്റെ ആവശ്യമേ വരുന്നില്ല. കാരണം കള്ള വോട്ട് ചെയ്തിട്ട് ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നത് ബാലിശമാണ്. ഇവിടെ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ സുരേന്ദ്രൻ ജയിച്ചിരിക്കുകയാണ്. കള്ള വോട്ട് ചെയ്ത് ജയിച്ച ആളെ ആ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കിയിട്ട് സുരേന്ദ്രനെ ജയിപ്പിക്കലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു ഭയവുമില്ല. ഞങ്ങൾ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള അതിനുള്ള സാഹചര്യമല്ല. കേസിന് തെളിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രൻ വിജയിച്ചതായിട്ടാണ് പ്രഖ്യാപിക്കുക. മറ്റു പല സമയത്തും മിസ്കോണ്ടക്റ്റിനും അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ആര് വിജയിച്ചു എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി റീ ഇലക്ഷന് ഉത്തരവിടുക കോടതി. അതുകൊണ്ട് ആ ഒരു സാഹചര്യമേ ഇല്ല. ശരി, നന്ദി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പ്രതികരിച്ചതിന്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി അകമ്പുറം.